രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി സമവാക്യങ്ങളിലും പ്രചാരണ തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാവുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കേവലം ഒരു പദവി നിരാസമല്ല, മറിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടാനുള്ള കൃത്യമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രീയ എതിരാളികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആയുധങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷവും BJPയും ഒരേപോലെ UDFനെതിരെ ഉയർത്തുന്ന പ്രധാന ആരോപണം മുന്നണിയെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് അല്ല, മറിച്ച് മുസ്ലിം ലീഗ് ആണെന്നാണ്. UDF അധികാരത്തിൽ വന്നാൽ ഭരണം ലീഗിന്റെ കൈപ്പടിയിലാകുമെന്നും അത് വർഗീയ ധ്രുവീകരണത്തിന് വഴിമാറുമെന്നും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രചാരണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വോട്ടർമാർക്കിടയിൽ UDFനെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദം ആവശ്യപ്പെടില്ലെന്ന് പറയുന്നതിലൂടെ തങ്ങൾ പദവികൾക്ക് വേണ്ടി ദാഹിക്കുന്നവരല്ലെന്നും മുന്നണിയുടെ വിജയമാണ് പ്രധാനമെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട്. ഇത് രാഷ്ട്രീയ എതിരാളികളുടെ പ്രധാന പ്രചാരണ ആയുധത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ സഹായിക്കും. തന്റെ പ്രസ്താവനയ്ക്ക് കരുത്ത് പകരാൻ 2011 UDF ഭരണകാലത്തെ ഒരു പ്രധാന സംഭവമാണ് കുഞ്ഞാലിക്കുട്ടി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. അന്ന് വെറും 72 സീറ്റുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റത്. ലീഗിന് അന്ന് 20 സീറ്റുകൾ ഉണ്ടായിരുന്നു. ലീഗ് വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് ഭരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്താനും ഉപമുഖ്യമന്ത്രി പദം നേടിയെടുക്കാനും സാധിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടി അന്ന് ലീഗിനോട് ഉപമുഖ്യമന്ത്രി പദം ആവശ്യമുണ്ടോ എന്ന് നേരിട്ട് ചോദിച്ചിരുന്നു. ഇക്കാര്യം കുഞ്ഞാലിക്കുട്ടി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നാൽ അന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു അത്തരമൊരു പദവി വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചത്. മുന്നണിയുടെ കെട്ടുറപ്പിനും സുഗമമായ ഭരണത്തിനും അമിത അധികാരം കൈയാളുന്നത് ഗുണകരമാകില്ലെന്ന ദീർഘവീക്ഷണമാണ് അന്ന് ലീഗിനെ അറിയിച്ചത്. ആ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതിലൂടെ പാർട്ടിയുടെ നയപരമായ സ്ഥിരതയാണ് കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തുന്നത്. ഉപമുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് വെക്കുമ്പോഴും പാർട്ടിക്ക് അർഹമായ സീറ്റുകളുടെ കാര്യത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട്. നിലവിലുള്ള സീറ്റുകൾക്ക് പുറമെ ജയസാധ്യതയുള്ള പുതിയ മണ്ഡലങ്ങൾ ലീഗ് ലക്ഷ്യമിടുന്നുമുണ്ട്. അതിൽ പ്രധാനമാണ് തവനൂർ. വർഷങ്ങളായി KT ജലീൽ കൈവശം വെച്ചിരിക്കുന്ന ഈ മണ്ഡലം കോൺഗ്രസിൽ നിന്നും ഏറ്റെടുത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട്. അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തവണ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പാരമ്പര്യവും പുതുമയും ഒത്തുചേരുന്ന ഒരു പട്ടികയാണ് നേതൃത്വം വിഭാവനം ചെയ്യുന്നത്. യൂത്ത് ലീഗിൽ നിന്നും MSFൽ നിന്നും കഴിവ് തെളിയിച്ച നിരവധി യുവാക്കൾ ഇത്തവണ പട്ടികയിൽ ഇടം പിടിക്കും. മുൻപ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മാത്രം നിർത്തിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ 2 വനിതകളെ മത്സര രംഗത്തിറക്കാനാണ് ലീഗ് ആലോചിക്കുന്നത്. ഇത് പാർട്ടിയുടെ മാറുന്ന മുഖഛായയുടെ അടയാളമാണ്. തുടർച്ചയായി പലതവണ മത്സരിച്ച ചില മുതിർന്ന നേതാക്കൾ ഇത്തവണ സ്വയം മാറി നിൽക്കാൻ തയ്യാറായേക്കും. പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സാധിക്കുമെന്ന് പാർട്ടി കരുതുന്നുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി തന്റെ തട്ടകമായ വേങ്ങരയിൽ തന്നെ മത്സരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മലപ്പുറം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDFന് കരുത്തും പകരും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് താനൂർ. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ലീഗ് കണ്ടെത്തും. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ ചലനങ്ങളിൽ താനൂരിന് വലിയ പ്രാധാന്യവുമുണ്ട്. മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്ന ഈ പുതിയ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. അധികാരം പങ്കിടുന്നതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരു വലിയ വിഭാഗം വോട്ടർമാരുടെ ഇടയിൽ വിശ്വാസ്യത നേടിയെടുക്കാൻ UDFന് സാധിക്കും. വർഗീയ ചേരിതിരിവ് ലക്ഷ്യം വെച്ചുള്ള പ്രചാരണങ്ങളെ തടയാൻ ഇത് ഉപകരിക്കുകയും ചെയ്യും. അതേസമയം സംഘടനാപരമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച് നിയമസഭയിൽ കരുത്ത് തെളിയിക്കുന്നതിനുമാണ് ലീഗ് മുൻഗണന നൽകുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയ സാധ്യതകളെ സ്വാധീനിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഈ വിട്ടുവീഴ്ച രാഷ്ട്രീയം നിർണായക പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്.